നമസ്കാരം, വെൽക്കം ടു ചാനൽ ഹാർഡ് വോസ്. നമ്മളിപ്പോ എങ്ങടാ പോണ സനേട്ടാ? നമ്മള് നിസർഗയുടെ പരിപാടി അവിടെ കാരണത്ത് വിഷ്ണുവിന്റെ അവിടെ കോൺസെർട്ട് എല്ലാ മാസവും ഉണ്ട്. അവിടെ വർക്ക്ഷോപ്പ്, മ്യൂസിക് വർക്ക്ഷോപ്പ്. ഇന്ന് രമണ ബാലചന്ദ്രന്റെ വീണ കോൺസെർട്ട്. അത് അത് പ്രത്യേക ഇതാണ്. ആ വീട്ടില് ആംബിയൻസ് ആണ്. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല രസമാണ് അവരുടെ വീട് കാണാൻ. നമ്മള് റൂഫ് ടോപ്പിൽ ഇരുന്നിട്ടാണ് ഈ കൺസേർട്ട് കാണുന്നത്. അത് എല്ലാ മാസവും അവര് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഹിന്ദുസ്ഥാനി ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രല്ല, അവിടെ ഈ കോൺസേർട്ട് എന്ന് പറയുന്നത് എല്ലാം മാത്രല്ല, അതിനൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. രാവിലെ ക്ലാസ്സുകളുണ്ട്. അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ കോൺസേർട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് അറ്റൻഡ് ചെയ്യാണെങ്കിൽ നല്ലൊരു ഇതാണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും. ഇത് അദ്ദേഹത്തിന്റെ ക്ലാസ് നാളെ ഉണ്ട്. നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ വെച്ച്. അപ്പൊ അവിടെ തന്നെ സ്റ്റേ ആണ്. ഞാൻ ഒരെണ്ണത്തിൽ പങ്കെടുത്തു, മൃദംഗം, അനന്താർ കൃഷ്ണന്റെ. ഗംഭീര പരിപാടിയായിരുന്നു. 2 ദിവസത്തെ വർക്ക്ഷോപ്പ്, അതിൻ്റെ ഇടയിൽ കോൺസേർട്ട് വൈകിട്ട് ഈ ഓപ്പൺ സ്റ്റേജില്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. അത്ര ഗംഭീര നല്ലൊരു ആംബിയൻസ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ശ്രീജോബിളുണ്ട്, രഘുവേട്ടുണ്ട്, സനോജേട്ടൻ അപ്പോട്ടിന്റെ ഗുരുനാഥനാണ്, മൃദംഗം അധ്യാപകനാണ്. അതെ ഏട്ടനാണ്. അങ്ങനെ കുഞ്ഞുമണിയും ഉണ്ട്. കുഞ്ഞുമണിക്കാണെങ്കിൽ ചെറിയൊരു ക്ഷീണാണ്, എന്നാലും വികൃതിക്ക് കുറവൊന്നുമില്ല ഏട്ടാ. ഞാൻ പറഞ്ഞല്ലോ രഘുവേട്ടണ്ടെന്ന്. അങ്ങനെ അപ്പോട്ടിന്റെ ഫ്രണ്ടാണ്. ഇതിനു മുമ്പത്തേല് ലൈവ് പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അത് ഇന്നില്ല, ഇപ്രാവശ്യത്തിലില്ല, മുമ്പത്തേലുണ്ടായിരുന്നു. നല്ലൊരു ഇതാണ് അവിടെ. ഇത് സ്ഥലം അങ്കമാലിയാണ്. അങ്കമാലി എത്തണ്ട, കറുകുറ്റി. കറുകുറ്റി കാരണത്ത് വീടൊക്കെ പ്രത്യേക സ്ട്രക്ചർ. അത് നമ്മളെന്തായാലും വീഡിയോയിൽ കാണും. അപ്പൊ നിനക്ക് എന്തായാലും അത് ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പൊ ഇതാണ് നിസർഗ കാരണത്ത് വിഷ്ണുവേട്ടൻ്റെ ഇല്ലത്തിൻ്റെ അവിടെ ഉള്ളത്. എവിടെയാണ് കൺസേർട്ട് നടക്കാൻ പോണത്. നല്ല ആംബിയൻസ് കേട്ടോ. ബാക്കി ഇനി അകത്ത് പോയി കാണിക്കാം. അപ്പോൾ ഇതാണ് സ്ഥലം. നല്ല ആംബിയൻസ്, ഫുൾ വാം ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസം കാണാൻ. കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നു. ശ്രുതിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാണ്ട്. ലൂട്ടനാൻ കുഞ്ഞുമണി സെറ്റല്ലേ? ഇതിൻ്റെ ഏട്ടാ, ഇത് ബിബാസ് ഏട്ടൻ, സുധീവേട്ടൻ്റെ അച്ചോളുടെ മകൻ. ഞാൻ പറയായിരുന്നു സുധീവേട്ടൻ്റെ അതിനുകൊണ്ട് കണ്ടതാണ്. എത്ര വർഷം മുമ്പ് കണ്ടത്. ഉഗ്രം പാട്ടുകാരനാണ്, ബാംഗ്ലൂരാണ്. അടിപൊളി സാധിച്ചു. മുകളിലും ഉണ്ടല്ലോ, അത് പുറത്താണ്. പുറത്താണ്. റൂഫ് ടോപ്പിലേക്കുള്ളത്. നമ്മൾ ഈ ഓടിൻ്റെ പുറത്താണ് ഇരിക്കുക. ഇവിടെയാണ് ഇപ്പോൾ സെറ്റിങ്സ് എല്ലാം നടക്കുന്നത്. സൂപ്പർ. അതാ ഇവിടുന്ന് കയറുമ്പോൾ ഇങ്ങനെ കോണിപ്പടികൾ 2 സൈഡിലും. ഇത് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറും അല്ലേ. ഇവിടെ പൂളാണ്, 2 സൈഡിലും പൂളാണ്. ഇവിടെയാണ് കച്ചേരി. രഘുനാഥ് വി പി അവിടെ ഇരിക്കുന്നുണ്ട്, അമ്മുണ്ട്, ശ്രീജോപ്പിളുണ്ട്. അടിപൊളി. താഴത്തൊക്കെ ചില്ലുണ്ട്. താഴത്ത് മൊത്തം പൂളാണ്. ചില്ലിൽ ചവിട്ടിയിട്ട് വേണം കയറാമെന്ന് പറഞ്ഞു. അതെ, ചില്ലിൽ ചവിട്ടിയിട്ട് വേണം കയറാൻ. കുഞ്ഞുമണി അവിടെ പണി തുടങ്ങി. അവിടെ കസേര കിട്ടും. ഇവിടെ അടുത്തൊക്കെ കാരണത്തുള്ളവർ തന്നെയാണ്.
ഇത് വിഷ്ണുവേട്ടൻ്റെ ഇല്ലം തന്നെയാണ് സുജാപ്പിള. അതൊരു നേരേക്ക് അല്ലല്ല, വേറെ വേറെ പണിതായത്. അതാണ് അച്ഛനും അമ്മേനും. ആ ശരി ശരി. അപ്പോൾ അവിടെയാണ് വിഷ്ണുവേട്ടൻ്റെ ഇല്ലം. ഇത് ഇതിനായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇടും. കുഞ്ഞുമണി ഇവിടെ കുഞ്ഞുമണി നമസ്തേ. നമസ്തേ പറയൂ. നമസ്തേ ഇല്ലേ? നമസ്തേ ഇല്ല, ഒന്നുമില്ല. അത് വെച്ചറിയുള്ള പരിപാടി കേട്ടോ. പൂളിൽ പോവും കുട്ടി. എന്തറിഞ്ഞാലും briefly introduce the artists on stage. Ramana Balachandran on the veena. Please welcome him. We've known Ramana and his parents for many years, which is why I'm taking the liberty of calling him Ramana. I still remember him as a 13-year-old, so it's been wonderful to watch him grow musically. Today he's one of the most amazing musical minds of our Carnatic music fraternity, and we're extremely fortunate to have him here. Nisaga is very thankful that Ramana has come here to play for us. Thank you so much, Ramana. We have on the Mridangam Kishore Ramesh. Please welcome him. Kishore is again one of the prominent young Mridangists, and he's doing very well for himself, and a proud torch bearer of the Karaikudi Bani. And we're very fortunate that both Ramana's and Kishore's fathers are also here. Welcome Ramesh sir. Namaskaram. And Ramana's Appa, where are you? Welcome Anna. And Vellatanur Sridhar Thetan on the Ghatam. Please welcome him. Again, one of the front runners in the Ghatam instrument, and he's the pride of Kerala, and we're very thankful for having him here. Thank you, Shrijitita. Without further delay, we'll start the concert. Thank you again for your patience, and enjoy.
Now the talam is going as fours. We'll attempt to sing the same line with the talam going as cycles of 3, 4 and then 5. Arunai Ramanane Gurunadane Ennayada Vendume 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 Arunai Ramanane Gurunadane Ennayada क्रीडतिहृदयानन्दने निजगादसाय गुणन्दने क्रीडतिहृदयानन्दने निजगादसाय गुणन्दने ഇതാ നമ്മള് പരിപാടിയൊക്കെ കണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സാനുവേട്ടൻ്റെ അഭിപ്രായമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എങ്ങനെ കേട്ടാ? സൂപ്പർ, അടിപൊളി, ഗംഭീര പ്രോഗ്രാം. നമ്മള് കുഞ്ഞുമണി കരയും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വലിയ കരച്ചിലും കുഞ്ഞുമണി മിടുക്കത്തിയിട്ടില്ല, കൊറേ ഉറങ്ങി. സൂപ്പർ കച്ചേരി, പാട്ടും അതായത് വീണ മാത്രല്ല അദ്ദേഹം പാടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ സനേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മൃദംഗം വായിക്കുന്നത്. എന്താ കഴിവ്. അപ്പൊ എന്നിട്ട് ഞങ്ങള് ഗോകുല നന്ദനാന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഏട്ടനൊന്നും കഴിച്ചില്ല. ഒരിക്കലും കൂടാണ് ഏട്ടന്. അതെ, ജ്യൂസ് കഴിച്ചു. ശ്രീജോപ്പിളൊക്കെ നമ്മളെല്ലാരും കണ്ടുപിടിക്കുന്ന ആളാണ്. ശ്രീജോപ്പിൾ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നു. എല്ലാരും ചെയ്യാത്ത കാര്യമല്ലേ. വൈകുന്നേരം 7 മണിക്ക് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കില്ല രാത്രി. അടിപൊളി. നമ്മളൊക്കെ വൈകിട്ടാണ് കഴിക്കുന്നത്. ചളിക്ക് കുളിച്ചില്ലേ? അടിപൊളി. ഇവര് തലവേദന മാറിയാ? മാറി വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തലവേദന മാറി. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അമർത്തണം. അമർത്തണം. അപ്ഡേറ്റ്സ് മിസ് ചെയ്യരുത്. Wish you health and happy